ശബരിമല സ്വർണ്ണ കവർച്ചാ കേസിൽ മുൻ ദേവസ്വം മന്ത്രി കടകംപള്ളി സുരേന്ദ്രനെ ഉടൻ ചോദ്യം ചെയ്യും. അന്വേഷണ സംഘത്തിന് ചോദിച്ചറിയേണ്ടത് നിർണായക വിവരങ്ങളാണ്. പത്മകുമാറിന്റെ മൊഴിയുടെ അടിസ്ഥാനത്തിലായിരിക്കും അറസ്റ്റ്. തന്ത്രി കണ്ഠരര് രാജീവർക്കെതിരെയും പത്മകുമാറിന്റെ മൊഴിയുണ്ട്. അതേസമയം ഹൈക്കോടതി SITക്ക് നൽകിയ അന്വേഷണ സമയപരിധി ഇന്ന് അവസാനിക്കും. വിവരങ്ങളുമായി എസ് ശാലിനി ഒപ്പം ചേരുന്നു. ശാലിനി, വളരെ നിർണായകമാണ് ഇപ്പോൾ കസ്റ്റഡിയിലുള്ള പത്മകുമാർ നൽകാനിരിക്കുന്ന മൊഴി. കാരണം കടകംപള്ളി എന്ന സൂചന നേരത്തെ തന്നെ പത്മകുമാർ നൽകിയിരുന്നു. സർക്കാരിന് ബന്ധമുണ്ട് എന്ന് പറഞ്ഞിരുന്നു. സർക്കാരിനെ പോറ്റി നൽകിയ അപേക്ഷയാണ് ദേവസ്വം ബോർഡിലേക്ക് എത്തിയതെന്നും പത്മകുമാർ തന്നെ പറഞ്ഞതാണ്. ആ നിലയ്ക്ക് ഇന്ന് വൈകുന്നേരം വരെ പത്മകുമാർ കസ്റ്റഡിയിലുണ്ട്. എത്രമാത്രം നിർണായകമാണ് കടകംപള്ളിക്ക്, VN വാസവന്, PS പ്രശാന്തിന്, ഒപ്പം സർക്കാരിന് ഇന്നത്തെ ദിവസം? കൃഷ്ണരാജ് സൂചിപ്പിച്ചതുപോലെ തന്നെയാണ് ഏറെ നിർണായകമാണ് ഇന്ന് ഈ CPMന്റെ ഇഷ്ടക്കാർക്കെല്ലാം എന്നുള്ളതാണ് ഏറ്റവും ശ്രദ്ധേയമായിട്ടുള്ള കാര്യം. N വാസു ആയിക്കോട്ടെ, കടകംപള്ളി സുരേന്ദ്രൻ ആയിക്കോട്ടെ, പത്മകുമാറിന്റെ ഇന്നത്തെ നിർണായകമായിട്ടുള്ള ചോദ്യം ചെയ്യലിലെ മൊഴി, ആ മൊഴി കടകംപള്ളി സുരേന്ദ്രന് തിരിച്ചടിയാകുമോ എന്നുള്ളതാണ് കണ്ടറിയേണ്ടത്. നമുക്കറിയാം, ശബരിമലയിലെ സ്വർണ്ണ കവർച്ച, ഒപ്പം തന്നെ കട്ടളപ്പാളിയിലെ സ്വർണം മോഷണം പോയതടക്കം, അത് തട്ടിക്കൊണ്ടുപോയതടക്കമുള്ള കാര്യങ്ങളിൽ നിർണായകമായിട്ടുള്ള അറസ്റ്റുകൾ കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ നടന്നതാണ്. ഉദ്യോഗസ്ഥ തലത്തിലും ഒപ്പം തന്നെ അവിടെ ഉണ്ടായിരുന്ന മറ്റ് ദേവസ്വം ബോർഡ് പ്രസിഡന്റ്, ദേവസ്വം ബോർഡ് കമ്മീഷണർ ചുമതലയിലൊക്കെ ഇരുന്ന ആളുകളുടെ ഭാഗത്തു നിന്നും ഗുരുതര വീഴ്ചകൾ ഉണ്ടായിട്ടുണ്ട് എന്നുള്ളത് SIT കണ്ടെത്തിയിട്ടുണ്ട്. ഈ സാഹചര്യത്തിൽ കൂടിയാണ് കഴിഞ്ഞ ദിവസങ്ങളടക്കം നടന്നിട്ടുള്ള നിർണായകമായിട്ടുള്ള അറസ്റ്റ്. ആ അറസ്റ്റൊക്കെ എത്തി നിൽക്കുന്നത്, ആ ചോദ്യം ചെയ്യലുകൾ, മൊഴികളൊക്കെ എത്തി നിൽക്കുന്നത് ഇപ്പോൾ ഏറ്റവും ഒടുവിലായി വിരൽ ചൂണ്ടുന്നതും കടകംപള്ളി സുരേന്ദ്രൻ എന്ന മുൻ ദേവസ്വം ബോർഡ് ദേവസ്വം മന്ത്രിയിലേക്കാണ്. സ്വാഭാവികമായും ഒരു ദേവസ്വം മന്ത്രി ഇതിലേക്ക് എങ്ങനെ ഇൻവോൾവ് ആയി, ഏതൊക്കെ രീതിയിലുള്ള സ്വാധീനം ഉണ്ണികൃഷ്ണൻ പോറ്റി, അതായത് ഈ കേസുമായി ബന്ധപ്പെട്ട ഒന്നാം പ്രതിക്ക് അവിടെ ഉണ്ടാക്കാൻ വേണ്ടി ശ്രമങ്ങൾ നടത്തിയെന്നത് അടക്കമുള്ള കാര്യങ്ങളിൽ വ്യക്തമായ തെളിവുകൾ ശേഖരിക്കുകയാണ് SIT. എന്തായാലും കൃഷ്ണരാജ് സൂചിപ്പിച്ചതുപോലെ തന്നെ ഇന്ന് വൈകുന്നേരം വരെ പത്മകുമാർ SIT സംഘത്തിന് മുൻപിലുണ്ട്, കസ്റ്റഡിയിലുണ്ട്. സ്വാഭാവികമായും നിർണായകമായിട്ടുള്ള ചോദ്യം ചെയ്യലുകൾ ഈ ദിവസം നടക്കും എന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കുകയും ചെയ്യുന്നത്. പ്രത്യേകിച്ച് ഈ കേസന്വേഷണത്തിന്റെ സമയപരിധി അവസാനിക്കുന്ന സാഹചര്യങ്ങൾ, ദിവസങ്ങൾ എന്ന രീതിയിൽ തന്നെ നിർണായകമായ ചോദ്യം ചെയ്യൽ ഇന്നുണ്ടാകാനുള്ള പശ്ചാത്തലമാണ്. ആ ഘട്ടത്തിൽ ഏതെങ്കിലും തരത്തിൽ കടകംപള്ളി സുരേന്ദ്രനിലേക്ക് എത്തുന്ന രീതിയിലുള്ള നിർണായകമായിട്ടുള്ള വിവരങ്ങൾ ഇന്ന് കൈമാറുകയാണെങ്കിൽ ആ നിർണായകമായിട്ടുള്ള അറസ്റ്റിലേക്ക് അടക്കമുള്ള കാര്യങ്ങൾ കടക്കാനുള്ള സാധ്യതകൾ കൂടി കാണുന്നുണ്ട്. നിലവിൽ പ്രാഥമികമായും ചോദ്യം ചെയ്യാൻ കടകംപള്ളി സുരേന്ദ്രനെ SIT സംഘം വിളിപ്പിക്കുന്നു എന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. അങ്ങനെ വിളിപ്പിക്കുകയാണെങ്കിൽ പത്മകുമാർ സ്വീകരിച്ചതിന് സമാനമായ രീതിയിലുള്ള നടപടി കടകംപള്ളി സുരേന്ദ്രനും സ്വീകരിക്കുമോ എന്നുള്ളതാണ് അറിയേണ്ടത്. കാരണം 2 തവണയിലധികം നോട്ടീസ് നൽകിയിട്ടും അന്വേഷണ സംഘത്തിന് മുൻപാകെ ഹാജരാകാതിരുന്ന സാഹചര്യമുണ്ട്. പിന്നീട് മുൻകൂർ ജാമ്യമൊക്കെ നോക്കിയതിന് ശേഷമാണ് പത്മകുമാറും SIT സംഘത്തിന് മുൻപാകെ എത്തിയത്. പക്ഷേ ചോദ്യം ചെയ്യലുകളിൽ, മൊഴിയെടുക്കലിലും ഒക്കെ പത്മകുമാറിന്റെ നിർണായകമായ പങ്ക് പുറത്തു വന്ന സാഹചര്യത്തിൽ അറസ്റ്റ് രേഖപ്പെടുത്തുകയുമായിരുന്നു. സമാനമൊരു സാഹചര്യത്തിലേക്ക് കടകംപള്ളി സുരേന്ദ്രൻ പോകുമോ എന്നുള്ളതാണ് കണ്ടറിയേണ്ടിയിരിക്കുന്നത്. പ്രധാനമായും ഈ കേസുമായി ബന്ധപ്പെട്ട് തന്ത്രി അടക്കമുള്ളവരുടെ മൊഴി കഴിഞ്ഞ ദിവസം SIT സംഘം എടുത്തിട്ടുണ്ട്. ആ SIT സംഘം ശേഖരിച്ചിട്ടുള്ള മൊഴിയിലും വലിയ രീതിയിലുള്ള തിരിച്ചടി കടകംപള്ളി സുരേന്ദ്രൻ ഉണ്ട് എന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. ശബരിമല ദേവസ്വം അടക്കമുള്ള ഇടങ്ങളിൽ ഉണ്ണികൃഷ്ണൻ പോറ്റി എന്ന വ്യക്തിക്ക് നിർണായകമായിട്ടുള്ള സ്വാധീനം ചെലുത്താൻ ദേവസ്വം മന്ത്രിയായിരിക്കുന്ന സമയത്ത് കടകംപള്ളി സുരേന്ദ്രനും ദേവസ്വം ബോർഡ് പ്രസിഡന്റ് ആയിരിക്കുന്ന സമയത്ത് പത്മകുമാറും ഒപ്പം തന്നെ N വാസു അടക്കമുള്ളവർ നിർണായകമായിട്ടുള്ള നീക്കങ്ങൾ നടത്തി. അവരുടെയൊക്കെ ഇഷ്ടക്കാരനായി, വലം കൈയായി ഉണ്ണികൃഷ്ണൻ പോറ്റി ശബരിമലയിൽ വിഹരിച്ചിരുന്നു എന്നുള്ളതിന്റെ നിർണായകമായിട്ടുള്ള രേഖകൾ SITക്ക് മുൻപാകെ ലഭ്യമായൊരു സാഹചര്യം കൂടിയുണ്ട്. എന്തായാലും നിർണായകമായിട്ടുള്ള ചോദ്യം ചെയ്യൽ ദിവസമാണ്. കേസുമായി ബന്ധപ്പെട്ട്, ശബരിമലയിലെ സ്വർണ്ണ കവർച്ചയുമായി ബന്ധപ്പെട്ട് നിർണായകമായ ദിവസം തന്നെയാണ് ഇന്ന് എന്തൊക്കെ തരത്തിലുള്ള നീക്കങ്ങൾ SITയുടെ ഭാഗത്തു നിന്നുണ്ടാകുമെന്നുള്ളതാണ് കണ്ടറിയേണ്ടത്. മറ്റൊരു കാര്യം, അതായത് ഹൈക്കോടതി SIT സംഘത്തിന് അനുവദിച്ച അന്വേഷണ സമയപരിധി അവസാനിക്കുകയാണല്ലോ. മറുവശത്ത് പത്മകുമാർ കൂടുതൽ നിർണായകമായ വിവരങ്ങൾ നൽകുമെന്ന പ്രതീക്ഷയിലാണ് SIT സംഘം എന്നതും അവിടെ നിൽക്കട്ടെ. ഈ തെരഞ്ഞെടുപ്പ് അരികെ എത്തിയ പശ്ചാത്തലത്തിൽ കടകംപള്ളിയിലേക്ക് അത്ര എളുപ്പം പോകുമെന്ന് തോന്നുന്നുണ്ടോ? കാരണം എത്ര വിവരങ്ങൾ നൽകിയാലും, തെളിവുകളുണ്ടെന്ന് തോന്നിപ്പിച്ചാലും, തെരഞ്ഞെടുപ്പ് ഒരു പ്രധാന വിഷയമാണല്ലോ.
അവിടെ ഹൈക്കോടതിയുടെ മേൽനോട്ടമുണ്ട് എന്നതാണ് പ്രധാനപ്പെട്ട ഒരു കാര്യം. പക്ഷേ ഹൈക്കോടതി അനുവദിച്ച സമയപരിധി ഇന്ന് അവസാനിക്കുന്നു, ഇടക്കാല റിപ്പോർട്ട് സമർപ്പിക്കാനിരിക്കുന്നു. ആ ഇടക്കാല റിപ്പോർട്ടിനുള്ളിൽ കടകംപള്ളി മുൻ ദേവസ്വം മന്ത്രി എന്ന തരത്തിലേക്ക് കാര്യങ്ങൾ പോകാൻ എന്തെങ്കിലും സാധ്യതയുണ്ടോ? നിലവിൽ കൃഷ്ണരാജ് സൂചിപ്പിച്ചതുപോലെ തന്നെയാണ് ഇടക്കാല റിപ്പോർട്ട് സമർപ്പിക്കാനുള്ള സമയം അല്ലെങ്കിൽ ആ അന്വേഷണ പരിധി ഇന്ന് അവസാനിക്കുമ്പോൾ SIT സംബന്ധിച്ചിടത്തോളം നിർണായകമാണ്, സംസ്ഥാന സർക്കാരിനെ സംബന്ധിച്ചിടത്തോളം നിർണായകമാണ്. കൃഷ്ണരാജ് സൂചിപ്പിച്ചതുപോലെ തന്നെ തദ്ദേശ തെരഞ്ഞെടുപ്പ് പടിവാതിക്കൽ എത്തി നിൽക്കുകയാണ്. ഇനി 10 ദിവസത്തോളം ഉള്ളൂ തെരഞ്ഞെടുപ്പ് പ്രചരണങ്ങൾക്കൊക്കെ. ആ ഘട്ടത്തിൽ മുൻ ദേവസ്വം മന്ത്രി അടക്കമുള്ളവരുടെ ഒരു അറസ്റ്റിലേക്കോ മൊഴിയെടുക്കലിലേക്കോ ഒക്കെ വിളിപ്പിക്കുന്നത് അത് സർക്കാരിനെ സംബന്ധിച്ചിടത്തോളം വലിയ രീതിയിലുള്ള പ്രതിരോധം, വലിയ രീതിയിലുള്ള പ്രതിസന്ധി ഉണ്ടാക്കുമെന്നുള്ളൊരു ആശയക്കുഴപ്പം CPM കേന്ദ്രങ്ങൾ ഉണ്ട്. കഴിഞ്ഞ ദിവസങ്ങൾ നമുക്കറിയാം A. പത്മകുമാറിന്റെ അറസ്റ്റ് രേഖപ്പെടുത്തിയതിന് പിന്നാലെ തന്നെ CPM വലിയ രീതിയിൽ പ്രതിരോധത്തിലായിരിക്കുകയാണ്. മുഖ്യമന്ത്രിയുടെ ഇഷ്ടക്കാരനാണ്, പ്രിയപ്പെട്ടവനാണ്. CPMന്റെ പത്തനംതിട്ട ജില്ലാ നേതൃത്വത്തിൽ അടക്കം വലിയ രീതിയിലുള്ള അമർഷം പത്മകുമാറിന്റെ അറസ്റ്റുമായി ബന്ധപ്പെട്ടിട്ടുണ്ട്. ഇതിന് തൊട്ടു പിന്നാലെ തന്നെ ഇനി കടകംപള്ളി സുരേന്ദ്രനിലേക്കും അത്തരത്തിലൊരു നീക്കം ഉണ്ടാവുകയാണെങ്കിൽ അത് സർക്കാരിന് തിരിച്ചടി ഉണ്ടാകുമെന്നുള്ള ഒരു വിലയിരുത്തൽ ഒരു ഭാഗത്തുണ്ട്. അതേസമയം തന്നെ ഹൈക്കോടതിയുടെ മേൽനോട്ടത്തിലാണ് ഈ അന്വേഷണം നടക്കുന്നത്. ഓരോ 10 ദിവസം കൂടുമ്പോഴും അന്വേഷണ പുരോഗതി റിപ്പോർട്ട് ഹൈക്കോടതിയിൽ നൽകേണ്ട ഒരു സാഹചര്യം ഒരു ഭാഗത്ത് നിൽക്കുകയാണ്. ആ ഘട്ടത്തിൽ ഒരു ചെറിയ സമയപരിധി നീട്ടിവാങ്ങാനുള്ള ആലോചനയിലായിരിക്കും SIT ഇനി കടക്കുക എന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. ഇടക്കാല റിപ്പോർട്ട് നൽകിയതിന് ശേഷം കൂടുതൽ അന്വേഷണം നടത്തേണ്ടതായിട്ടുണ്ട്. സമയപരിധി നീട്ടി വേണമെന്നൊരു ആവശ്യം കോടതിക്ക് മുൻപാകെ SIT മുന്നോട്ട് വെക്കാനുള്ള സാഹചര്യങ്ങൾ കൂടിയുണ്ട്. കാരണം നിർണായകമായിട്ടുള്ള അറസ്റ്റുകൾ മാത്രമാണ് ഇപ്പോൾ നടന്നിട്ടുള്ളത്. മറ്റ് അറസ്റ്റുകളിലേക്കും കൂടുതൽ ചോദ്യം ചെയ്യലുകളിലേക്കും കൂടുതൽ വ്യക്തികളിലേക്കും തെളിവെടുപ്പിലേക്കും ഒക്കെ നീങ്ങാനുള്ള സമയം ഇനിയും കിടക്കുന്ന ഒരു സാഹചര്യത്തിൽ അത്തരത്തിലൊരു നീക്കമായിരിക്കും SIT നടത്തുക എന്നുള്ളതാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത്. പക്ഷേ അറസ്റ്റ് അടക്കമുള്ള നടപടിയിലേക്ക് ഉടനെ കടക്കുമോ എന്നുള്ളതും ഒരു ചോദ്യചിഹ്നമായി തന്നെ നിൽക്കുകയാണ്. പ്രത്യേകിച്ച് നമുക്കറിയാം അന്വേഷണ സംഘം ആരാണ്, അന്വേഷണ സംഘത്തിന്റെ തലവൻ ആരാണ് എന്നുള്ളത് നമുക്കറിയാം. സ്വാഭാവികമായും ആഭ്യന്തര വകുപ്പ് കൈയാളുന്നത് ആരാണെന്നും നമുക്കറിയാം. ആ സാഹചര്യത്തിൽ തെരഞ്ഞെടുപ്പിൽ അത് തിരിച്ചടി ഉണ്ടാകാതിരിക്കാനുള്ള നീക്കങ്ങളായിരിക്കും സർക്കാർ തലത്തിൽ നിന്ന് നടത്തുക. അതിനെ ഏത് തരത്തിൽ ഹൈക്കോടതി നോക്കിക്കാണും എന്നുള്ളതാണ് അറിയേണ്ടത്. കാരണം അങ്ങനെ സമയപരിധി നീട്ടിക്കൊടുക്കാനും ഒപ്പം തന്നെ അത്തരത്തിലുള്ള ഏതെങ്കിലും നീക്കങ്ങൾക്ക് ഹൈക്കോടതി കൂടി അനുമതി നൽകുമോ എന്നുള്ളത് കണ്ടറിയേണ്ടിയിരിക്കുന്നു. എന്തായാലും സർക്കാരിനെ സംബന്ധിച്ചിടത്തോളം നിർണായകമാണ് ഈ അറസ്റ്റുകൾ, നടപടികൾ എന്നുള്ളതാണ്. പ്രത്യേകിച്ച് തദ്ദേശ തെരഞ്ഞെടുപ്പ് പടിവാതിക്കലെത്തി നിൽക്കുമ്പോൾ ഭരണവിരുദ്ധ വികാരങ്ങൾ അടക്കം ഒരു ഭാഗത്ത് നിൽക്കുന്നു. ശബരിമലയിലെ സ്വർണം കൊള്ളയടിച്ചവരാണ് തെരഞ്ഞെടുപ്പിനെ നേരിടുന്നതെന്നൊക്കെയുള്ള വിമർശനങ്ങൾ ഒരു ഭാഗത്ത് നിൽക്കുന്ന സാഹചര്യം. സർക്കാർ വലിയ രീതിയിൽ പ്രതിരോധത്തിലായിരിക്കുന്ന നിൽക്കുന്ന പശ്ചാത്തലത്തിൽ മുൻ ദേവസ്വം ബോർഡ് പ്രസിഡന്റിനെയും മുൻ MLA ഒക്കെയായ ഇപ്പോഴത്തെ MLA ഒക്കെയായ കടകംപള്ളി സുരേന്ദ്രനിലേക്ക് ഈ അന്വേഷണം ഇനി എത്തുമോ എന്നുള്ളതാണ് കണ്ടറിയേണ്ടത്. അതോ തന്ത്രിയുടെയൊക്കെ മൊഴിയെടുത്ത് ഈ കേസന്വേഷണം ആ ഒരു രീതിയിലേക്ക് ഒതുങ്ങുമോ എന്നുള്ളതും കണ്ടറിയണം. എന്നാലും ഹൈക്കോടതിയുടെ നിർണായകമായിട്ടുള്ള നിരീക്ഷണങ്ങളുടെ അടിസ്ഥാനത്തിൽ മാത്രമായിരിക്കും ഇനി SITയുടെ സംഘത്തിന്റെ തുടർ നീക്കങ്ങൾ എന്നുള്ളതാണ് മനസ്സിലാക്കുന്നത്. അതേസമയം തന്നെ സർക്കാർ ഈ ഘട്ടത്തിൽ പ്രതിരോധത്തിലാണ്. സർക്കാരും ഈ അന്വേഷണം അവസാനിപ്പിക്കാനും ഒപ്പം തന്നെ അറസ്റ്റ് അടക്കമുള്ള മറ്റ് നടപടികൾ ഒഴിവാക്കാനുമുള്ള നീക്കങ്ങൾ സർക്കാർ തലത്തിൽ നടക്കുകയും ചെയ്യുന്നുണ്ട് എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. കൃഷ്ണരാജ്, ചോദ്യമുന കടകംപള്ളിയിലേക്ക് നീങ്ങുന്നു എന്ന് തോന്നിപ്പിക്കുന്നു. പക്ഷേ SITക്ക് ഹൈക്കോടതി അനുവദിച്ച സമയപരിധി ഇന്ന് അവസാനിക്കുകയാണ്. അതുകൊണ്ട് തന്നെ കടകംപള്ളി ഇടക്കാല റിപ്പോർട്ടിൽ ഒരു പരാമർശമാകുമോ എന്ന സംശയം ബാക്കി നിൽക്കുന്നു. പക്ഷേ ഹൈക്കോടതിയുടെ മേൽനോട്ടമുള്ളത് വലിയ ആശ്വാസം തന്നെയാണ്.